കേരളം ഒന്നടങ്കം നെയ്യാറ്റിൻകരയിലേക്ക് ഉറ്റുനോക്കുകയാണ്. നെയ്യാറ്റിൻകരയിലുള്ള ദുരൂഹ സമാധി, ഗോപൻ സ്വാമിയുടെ ദുരൂഹ സമാധിയിൽ ഇന്നും ദുരൂഹതകളൊന്നും അഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ആ സമാധി പീഠം പൊളിക്കണമെന്ന ആവശ്യത്തിന്മേൽ ഒരു ഭാഗവും, പൊളിക്കരുതെന്ന ആവശ്യത്തിന്മേൽ മറുഭാഗവും ചർച്ചകൾ, അതുപോലെ തന്നെ തർക്കങ്ങൾ, ഭിന്നതകളൊക്കെ തുടരുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം എങ്ങനെയായിരുന്നു, അദ്ദേഹം മറ്റുള്ളവരോട് ഇടപെടൽ, അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചവർ ഒക്കെ നമ്മളോട് ചേരുന്നുണ്ട്. അദ്ദേഹം ആറാലുമൂട്ടിൽ BMS യൂണിയനിലായിരുന്നു അദ്ദേഹം ചുമട്ടുതൊഴിലാളിയായിട്ടായിരുന്നു പ്രവർത്തനം തുടങ്ങിയത്. അതിനുശേഷമായിരുന്നു അദ്ദേഹം ആത്മീയതയിലേക്ക് തിരിഞ്ഞതും. അദ്ദേഹം ഈ ഒരു ക്ഷേത്രം പണിയുകയും മാത്രമല്ല ഒരു സ്വാമി അല്ലെങ്കിൽ അത്തരത്തിലൊരു ആത്മീയ വഴിയിലേക്ക് അദ്ദേഹം മാറുകയുമായിരുന്നു. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഗോപൻ സ്വാമിക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഈ യൂണിയൻ ചുമട്ടുതൊഴിലാളിയായിരുന്നപ്പോൾ പ്രവർത്തിച്ചിരുന്ന കുറച്ചുപേർ ഗോപൻ സ്വാമിയെക്കുറിച്ചുള്ള ഓർമ്മകൾ, അദ്ദേഹം എങ്ങനെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ഗോപൻ സ്വാമി ആരാണ്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി, അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹം എങ്ങനെ ആത്മീയതയിലേക്ക് എത്തി, അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലം എന്താണ് എന്നതടക്കമുള്ള കുറച്ച് വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ചേരുന്നുണ്ട്. ശരിക്കും എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എൻ്റെ അമ്മയുടെ വീട് തൊട്ടപ്പുറത്താണ്, ഇവിടെ ആറാൽമൂട് മേളിൽ ആ വഴിമുക്കിൻ്റെ അവിടെയാണ്. എൻ്റെ മാമൻ്റെ കൂടെ പുള്ളി ജോലി ചെയ്തിട്ടുണ്ട്. മാമനും ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു ആറാൽമൂട് ചന്തയിൽ. അങ്ങനെ പുള്ളിയുമായിട്ട് ബന്ധമുണ്ട്. അല്ലാതെയും നമ്മുടെ ഫാമിലിയുമായിട്ടൊക്കെ ബന്ധമുണ്ട് പുള്ളിക്ക്. പക്ഷേ ആൾ സത്യസന്ധനാണ് അന്നും ഇന്നും മരിക്കുന്നവരെ. പക്ഷേ മക്കൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അവരുമായിട്ട് യാതൊരു ബന്ധവും നമുക്കില്ല. പക്ഷേ പുള്ളി പിന്നെ നേരത്തെ എൻ്റെ 2 ബുക്ക് തന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാശ് എന്തെങ്കിലും ഞാനും കുറച്ച് അത് നമ്മൾ കൊടുത്തിട്ട്, എന്ത് ക്ഷേത്രത്തിൻ്റെ ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ചർച്ചിൻ്റെ ആവശ്യമില്ല, എന്തായാലും നമ്മളത് ചെയ്യും. പക്ഷേ ഇപ്പോൾ വന്നത് എന്താണെന്നുള്ളത്, ദുരൂഹത ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. മണിയൻ അങ്ങനെ എന്തോ അയാളെ പേര് മണിയനെന്ന് പണ്ട് പറയുമായിരുന്നു. ആദ്യം ചെയ്തിരുന്നത് ഈ ചുമട്ട് തൊഴിലാളി നെയ്ത്ത് ചെയ്തിരുന്നു. അങ്ങനെ അറിയില്ല. ചുമട്ട് തൊഴിലാളി എവിടെയായിരുന്നു? ആറാൽമൂട് ചന്തയിൽ ലേബർ യൂണിയനിൽ നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു. പക്ഷെ അന്ന് മുതലേ ഈ ക്ഷേത്രമായിട്ട് പുള്ളിക്ക് നല്ല ആക്റ്റീവാണ്. അല്ലാതെ വേറെ വൃത്തികെട്ട സ്വഭാവങ്ങളോ അങ്ങനെയുള്ളതായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല. പക്ഷെ ഇതിപ്പോൾ സംഭവിച്ചപ്പോൾ ഒരു ദുരൂഹത ഉണ്ട്, ഇല്ല എന്നല്ല പറയാൻ പറ്റില്ല. അത് ട്രസ്റ്റിനെയോ അല്ലെങ്കിൽ ആരെയെങ്കിലോ ബന്ധുക്കളെ അറിയിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അത് ഇല്ലാത്ത എന്തെങ്കിലും ഇതുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഗവൺമെൻറ്, കോടതി ഇതൊക്കെയാണ്. അത് വേണം, അത് നിർബന്ധമാണ്. ഈ ഗോപൻ സ്വാമി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ചേട്ടൻ്റെ മനസ്സിലേക്ക് ഓർമ്മ പറഞ്ഞ എന്തെങ്കിലും ഓർമ്മകൾ? അല്ല, റോഡേ കാവിയും എടുത്ത് ഞാൻ 2 വീലറിലാണ് ട്രെയിനത്ത് പോണത്. അപ്പോൾ ഞാൻ കണ്ടു ഉടൻ തന്നെ അവിടെ നിർത്തും. അതിട്ട് ചോദിക്കും, എവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ പോകും. പക്ഷെ ആൾ വളരെ ആക്റ്റീവാണ്. പ്രധാനപ്പെട്ട ആവശ്യം ഞാനൊരു 6-7 മാസം കൊണ്ട് പുള്ളിയെ കാണാറില്ല. അല്ലെങ്കിൽ റോഡേ നടന്നു പോകും. കാവിയാണ്, ഈ തലയിൽ ഇങ്ങനെ മുടിയൊക്കെ കെട്ടി ഇങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ്. വേറെ വൃത്തികെട്ട സ്വഭാവം ഉണ്ടെന്നുള്ളത് ഇതുവരെയും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇതിപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെയും കൂടെ ആവശ്യമാണ്. അപ്പോൾ ഈ വയ്യാതെ കിടന്നപ്പോൾ അറിഞ്ഞിരുന്നോ? അത് ഇല്ല, അറിഞ്ഞില്ല. പുള്ളിയുടെ മകൻ താമസിക്കുന്നത് എൻ്റെ വൈഫിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ഇളയ മകൻ താമസിക്കുമ്പോൾ. ഞാൻ അവനോട് ചോദിക്കും ചിലപ്പോഴൊക്കെ കാണുമ്പോൾ. ഗോപൻ സ്വാമിയോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു നിങ്ങൾ ശരിക്കും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഒന്നിച്ച് ആറാലുമൂടിൽ കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ കീഴിൽ ഒരു 10-15 വർഷക്കാലം നമ്മളെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. സ്വാമി നല്ല സ്വഭാവവും വേറെ വൃത്തികേടൊന്നുമില്ല, നല്ല ആളാണ്. അങ്ങനെ ക്ഷേമ ബോർഡ് വരുമ്പം ഇടയ്ക്കാണ് അയാൾ പണിക്ക് കയറിയത്. നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. ക്ഷേമ ബോർഡ് വന്ന സമയത്ത് അപ്പോൾ കയറിയതാണ്. അപ്പോൾ അതിനുശേഷം എപ്പോഴായിരുന്നു ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ സ്വാമി എന്ന ആ രീതിയിലേക്ക് അദ്ദേഹം തിരിഞ്ഞത്? എപ്പോഴായിരുന്നു അത്? പെൻഷൻ ആയതിനു ശേഷം. പിന്നെ മാർക്കറ്റിൽ പണിയില്ലല്ലോ. പെൻഷൻ ആയതിനു ശേഷമാണ് അദ്ദേഹം അങ്ങോട്ട് മാറിയത്. അപ്പോൾ ഈ ആദ്യം ചെയ്തിരുന്ന തൊഴിലിൽ നിന്നും ചെയ്തിരുന്ന ജോലിയിൽ നിന്നും ഈ ഒരു ആത്മീയതയിലേക്ക് തിരിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിന് വന്നു അല്ലേ?
മാറ്റങ്ങൾ വന്നു. അതിനുശേഷം വലുതായിട്ട് നമ്മളുമായിട്ട് കാണാറില്ല. അതിനുശേഷം പിന്നെ 1-2 പ്രാവശ്യം ഇതിൽ ഇങ്ങനെ പോയപ്പം കണ്ടതല്ലാതെ അല്ലാതെ വലുതായിട്ട് കണ്ടിട്ടൊന്നുമില്ല. എവിടെയായിരുന്നു? ആറാലുമൂട് ചന്ത. ആറാലുമൂടി ചന്ത മാർക്കറ്റിൻ്റെ അകത്ത്. അപ്പോൾ ഈ അവസാനമായിട്ട് എപ്പോഴായിരുന്നു അദ്ദേഹത്തെ കണ്ടതെന്ന് ഓർമ്മയുണ്ടോ? അവസാനമായിട്ട് പിന്നെ അത് ഈ കൊറോണയ്ക്ക് മുമ്പ്. അതിനുശേഷം ഒന്നും കണ്ടില്ല. കൊറോണ വന്നിട്ട് 3-4 വർഷമായില്ലേ. അതിന് മുമ്പാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനുശേഷം കണ്ടിട്ടേ ഇല്ല. ഞാൻ അങ്ങോട്ട് പോകവുമില്ലായിരുന്നു. ഈ സമാധിയെ പറ്റി അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, അതറിയില്ല, ശരിക്കും അറിയില്ല. അയാൾ അതിന് നേരത്തെ വേറെ ഒരു വീട്ടിലായിരുന്നു താമസം. പിന്നെ അങ്ങോട്ട് സ്ഥലം വാങ്ങിച്ച് അങ്ങോട്ട് മാറി ഇങ്ങനെ ഒരു ക്ഷേത്രം പണിയണമെന്നും പറഞ്ഞ് ഒരു പിരിവൊക്കെ ഉണ്ടായിരുന്നു. ചന്തയ്ക്കകത്ത് ചെറിയ രീതിയിലുള്ള പിരിവ് ഉണ്ടായിരുന്നു.